ഇന്ന് നടന്ന വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ ഒരിക്കലും പോകാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആര്യൻ അനുമോളുടെ അമ്മയ്ക്ക് തെറി വിളിച്ചു. രണ്ട്, ബിച്ചെന്ന് അനുമോളെ ആര്യൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് തെറി ആര്യൻ അനുമോളെ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അനുമോള് പറയുന്നുണ്ട്, ഞാൻ നടന്നു വരുന്ന സമയത്ത് എൻ്റെ ഷോൾഡറിൽ വന്ന് ഇടിക്കുക, കാലുകൊണ്ട് ഇടയ്ക്ക് എന്നെ ചവിട്ടുക, അതായത് എന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് ഞാൻ അവനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ച് ആക്രമിക്കണം, അതിലൂടെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിക്കാനാണ് അവൻ നോക്കുന്നത് എന്ന് അനുമോള് ഇന്ന് രാത്രിയിൽ എപ്പിസോഡിലും അത് കാണിക്കുന്നുണ്ട്, ഒണീലിൻ്റെ അടുത്തും അഭിലാഷിൻ്റെ അടുത്തും പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. കാരണം അനുമോളെ പുറകെ നടന്നിട്ട് പലപ്പോഴായിട്ട് ആര്യൻ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഏകപക്ഷീയമായിട്ട് ഇപ്പൊ അനുമോൾ ഒരു വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ജിസേൽ ആര്യൻ വിഷയത്തിൽ അനുമോൾ പറഞ്ഞ ആരോപണം അതിൽ തെറ്റുപറ്റിയെന്ന് ഉറച്ചു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആര്യൻ അനുമോളടുത്ത് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ അല്ലാതെ ആവുന്നില്ല. ആര്യൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അനുമോള് വളയ്ക്കാൻ നോക്കിയത്രേ ആര്യന്റെ പുറകെ നടന്നു എന്ന്. ഈ ആര്യൻ അനുമോളുടെ പുറകെ നടക്കുന്നതും അനുമോളെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവരൊരു കോംബോ പിടിക്കാൻ അവിടെ ട്രൈ ചെയ്തു, അത് വർക്കൗട്ട് ആയില്ല, അതാണ് സത്യം. അതിൽ ആര്യൻ ഒട്ടും മോശമായിരുന്നില്ല. അപ്പോൾ അനുമോളെ ഒരു മോശം ക്യാരക്ടറുള്ള ആളായിട്ട് ചിത്രീകരിക്കാൻ അവിടെ ആര്യനും ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇന്ന് നടന്ന വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടന്നു. അതിൽ ഏറ്റവും പ്രധാന വിഷയമായിട്ട് മാറിയത് അനുമോൾ ഉന്നയിച്ച ആരോപണമാണ്. അതിന്റെ കാരണം അത് വളരെ തീവ്രമായ ഒരു ആരോപണമായതുകൊണ്ടാണ്. പക്ഷെ അതിനർത്ഥം ആര്യൻ അനുമോളടുത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ സിമ്പിളാണ്, അതൊന്നും ഗൗരവമായിട്ട് എടുക്കാൻ പാടില്ല എന്നല്ല. തീർച്ചയായിട്ടും ആര്യന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അതിന് ആര്യനും അർഹിക്കുന്ന പണിഷ്മെന്റ് തീർച്ചയായും കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ അനുമോൾ പറഞ്ഞ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ബിഗ് ബോസ് ആ വിഷയം എടുക്കുമെന്നും വിചാരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.